ഭാരതം ഒരു വ്യത്യസ്ത രാഷ്ട്രമാണെന്ന് ലോക ജനതയെ പഠിപ്പിക്കുന്നതിന്റെ ചരിത്രമാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ഇതുവരെയുള്ള അതിജീവന കഥയെന്ന് ജസ്റ്റിസ് എൻ നഗരേഷ്. അതിന് ഈ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തോട് നാം കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുരുക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിച്ച ഭാരതത്തിന്റെ വിദേശ നയം മോദിയുടെ ഒരു ദശാബ്ദം എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1947 വളരെ താഴ്ന്ന വിദ്യാഭ്യാസ നിലവാരമുണ്ടായിരുന്ന രാജ്യമായതിനാൽ ഭാരതത്തിൽ ജനാധിപത്യം വേരുറക്കില്ലെന്ന് പാശ്ചാത്യ ബുദ്ധിജീവികൾ വിധിയെഴുതിയിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമായി നാം നിലനിൽക്കുന്നുവെന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് അഭിപ്രായപ്പെട്ടു. നമ്മോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച മൂന്നാം ലോക രാജ്യങ്ങളെന്ന് ആക്ഷേപപ്പേര് പതിഞ്ഞ പല രാജ്യങ്ങളും ജനാധിപത്യത്തിന്റെ വഴിയിൽ കിതച്ചു നിൽക്കുമ്പോൾ ഭാരതം വ്യക്തമായും ലോകോത്തരമായ വളർച്ചയുടെ വഴികാട്ടിത്തരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൂന്നാം ലോക രാജ്യം എന്നുള്ള നിലയിൽ നിന്നും അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളരുമ്പോൾ ആ വളർച്ചയ്ക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നയതന്ത്ര ബന്ധങ്ങളിൽ, വിദേശ ബന്ധങ്ങളിൽ ഭാരതം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഗവേഷകൻ വിഷ്ണു അരവിന്ദ് രചിച്ച ഭാരതത്തിന്റെ വിദേശ നയം മോദിയുടെ ഒരു ദശാബ്ദം എന്ന പുസ്തകം ഇന്റർനാഷണൽ റിലേഷൻസ് വിദഗ്ധനും അധ്യാപകനുമായ ഡോക്ടർ വേണുഗോപാല മേനോൻ ഏറ്റുവാങ്ങി. കുരുക്ഷേത്ര പ്രകാശൻ മാനേജിംഗ് ഡയറക്ടർ കാഫ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചീഫ് എഡിറ്റർ ജി അമൃതരാജ് പുസ്തക പരിചയം നിർവഹിച്ചു. ഗ്രന്ഥകാരനായ വിഷ്ണു അരവിന്ദ് നന്ദി പറഞ്ഞു. ജനം, കൊച്ചി.